പുതിയ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരാധനയിൽ സ്ത്രീകൾ, അതായത് വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർ, മൂടുപടം എന്നും ഇടണമോ? അതോ അന്നത്തെ കാലത്തെ ഒരു സംസ്കാരമായിരുന്നത് കൊണ്ട് ഇന്ന് അത് പാലിക്കേണ്ട ആവശ്യമില്ലയോ? എന്താണ് ഈ വിഷയത്തിലുള്ള ദൈവവചന പ്രകാരമുള്ള ഉപദേശം? മൂടുപടത്തെക്കുറിച്ച് പൗലോസ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11 ആദ്യത്തെ ഒരു 16 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം ഉപദേശം, പിന്നീട് അതിനെതിരെ ആളുകൾ പറയുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഉത്തരം പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യണം. എന്നാൽ പുരുഷൻ, അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നതാണ്, പുരുഷൻ തൻ്റെ തലയെ മറയ്ക്കരുത്. അപ്പോൾ ഇവിടെ തല എന്ന് പറയുമ്പോൾ നമ്മുടെ ശിരസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ആദ്യം പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ വാക്യത്തിൽ പുരുഷൻ്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. 7-ാമത്തെ വാക്യമാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വാക്യം. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷൻ്റെ തേജസ്സാകുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവസഭയിൽ ദൈവത്തിൻ്റെ തേജസ് മറയ്ക്കുവാൻ പാടില്ല, മനുഷ്യൻ്റെ തേജസ് മറച്ചു വെക്കണം. അതാണ് എന്താ പറയുക, തിയോളോജിക്കൽ റീസൺ. ഇത് കൾച്ചറലാണ്, സാംസ്കാരികമാണ്, പ്രാചീനമാണ്, അല്ലല്ലല്ല. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്, ഒരു തിയോളജിക്കൽ പ്രിൻസിപ്പിൾ. അത് 7-ാമത്തെ വാക്യത്തിലുണ്ട്. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല. അത് കാലങ്ങളോ സംസ്കാരങ്ങളോ ദേശങ്ങളിലോ ആസ്പദമായൊരു വിഷയമല്ല. ഇന്ന് പുരുഷന്മാരെ പോലെ സ്ത്രീകളും തലയിൽ മൂടുപടം ഇടണ്ട എന്ന് പറയാൻ, സ്ത്രീ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും അല്ല, സ്ത്രീ പുരുഷൻ്റെ പ്രതിമയും തേജസ്സും ആകുന്നു. കാരണം സ്ത്രീ പുരുഷനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് 8-ാമത്തെ വാക്യം. പുരുഷൻ ദൈവത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അവിടെയാണ് ഇവിടുത്തെ അണ്ടർലൈങ് ലോജിക്. ദൈവത്തിൻ്റെ ഗ്ലോറി, തേജസ് പുരുഷനായതുകൊണ്ട് പുരുഷൻ്റെ തല മറയ്ക്കണ്ട. സ്ത്രീ പുരുഷൻ്റെ തേജസ് ആയതുകൊണ്ട് മാനുഷികമായിട്ടുള്ള പുരുഷൻ്റേതായിട്ടുള്ള ഗ്ലോറി സഭയിൽ മറച്ചു വെക്കണം. നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ, സഭയിൽ ദൈവനാമം മാത്രമേ ഉയരാൻ പാടുള്ളൂ, മനുഷ്യൻ പുകഴ്ച എടുക്കുവാൻ പാടില്ല. ആ തത്വത്തിൽ തന്നെയാണ് ഈ മൂടുപടത്തിൻ്റെ വിഷയത്തിലും അപ്പോസ്തലൻ പറയുന്നത്, പുരുഷൻ, മനുഷ്യൻ്റെ തേജസ് മറഞ്ഞിരിക്കണം. അത് നമ്മുടെ ഇപ്പോൾ പുരുഷൻ്റെയും സംസാരത്തിലുമൊക്കെ അത് വെളിപ്പെട്ട് വരണം. എൻ്റെ തേജസ്, എൻ്റെ മഹത്വം നമ്മൾ ഉയർത്തി കാണിക്കരുത്, അല്ലേ? പൗലോസ് വേറൊരു ഭാഗത്ത് 2 കൊരിന്ത്യരിൽ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കുന്നു, ഞങ്ങളെ വെറും സേവകരായിട്ടും കണ്ടാൽ മതി, അല്ലേ എന്ന് പറയുന്നത് നമ്മളെ പൊക്കരുത്. അപ്പോൾ സ്ത്രീ സൃഷ്ടി വൈഭവം കൊണ്ട് തന്നെ സ്ത്രീ പുരുഷൻ്റെ തേജസ്സാകുന്നു. പുരുഷന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് സ്ത്രീയെ. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷൻ്റെ തേജസ്സാകുന്നു. അപ്പോൾ പുരുഷൻ്റെ അല്ലെങ്കിൽ മാനുഷിക തേജസ് മറച്ചു വെക്കണം. ദൈവിക തേജസ്സായ പുരുഷൻ തലയിൽ മറയ്ക്കാനും പാടില്ല. ഇന്ന് നമ്മൾ സഭകൾ നോക്കിയാൽ, ഓർത്തഡോക്സ് സഭകളിൽ പുരുഷൻ തലയിൽ തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെയൊക്കെ ബിഷപ്പന്മാരും പള്ളിയിലച്ചന്മാരും തലയിൽ തൊപ്പിയും വെക്കും. നമ്മുടെയൊക്കെ പോലത്തെ സഭകളിൽ സ്ത്രീകൾ തലയിലൊന്നും ഇടാറുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ദൈവ തേജസ് മറച്ചും വെക്കുന്നു, പുരുഷൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ തേജസ് ഉയർത്തി കാണിക്കുന്നു. ഇനി രണ്ടാമതായിട്ട്, ഇത് ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ അത് അറിയാൻ പറ്റുമെങ്കിലും, ഇത് സാംസ്കാരികമോ അന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിലോ ഒന്നും ആധാരമാക്കിയല്ല എന്നുള്ളതിന് രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ തേജസ് വിഷയം മാത്രമല്ല, ഇതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അപ്പോസ്തലൻ ഈ വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഈ ആദ്യത്തെ 16 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഒരിടത്തു പോലും അന്നത്തെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചോ അന്നത്തെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചോ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. പകരം എന്താണ് പുള്ളി സംസാരിക്കുന്നത്? സൃഷ്ടിയെക്കുറിച്ചാണ്,
ക്രിയേഷൻ സ്റ്റോറിയാണ് പുള്ളി മനസ്സിൽ വെച്ചിരിക്കുന്നത്. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചതിലുള്ള ആ ഓർഡറിങ്ങിലും അതിലൂടെ ഉളവാകുന്ന പർപ്പസസിനെയും കുറിച്ചാണ്. അതായത് ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു, ദൈവത്തിനായിട്ട് ആദാമിനെ സൃഷ്ടിച്ചു, പിന്നീട് ആദാമിനായിട്ട് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ഒന്നാമത് പുരുഷനെ സൃഷ്ടിച്ചു. പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല, സ്ത്രീയെയാണ് പുരുഷന് വേണ്ടി സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഓർഡർ നിമിത്തം മനസ്സിലാക്കാൻ പറ്റുന്ന പർപ്പസ് ഇൻ ക്രിയേഷൻ സ്റ്റോറി, അതിലാണ് ഈ മൂടുപടം ഇടണമെന്നുള്ള ആജ്ഞയുടെ ആധാരം. അത് സൃഷ്ടിയിൽ ആധാരം കാണുന്നത് കൊണ്ട് തന്നെ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ ഒന്നും ബേസിസിലുള്ള ഒരു കൽപ്പനയല്ല. ഇതൊരു താൽക്കാലിക അന്നത്തെ കാലത്തേക്കുള്ള സ്ത്രീകൾക്കുള്ള ഒരു കൽപ്പനയല്ല. ഇത് സ്ഥിരമായിട്ട് ദൈവസഭയിൽ നാം വെളിപ്പെടുത്തേണ്ടതായ ഒരു കാര്യമാണ്. ദൈവം പുരുഷനെ ആദ്യം സൃഷ്ടിച്ചു, സ്ത്രീയെ രണ്ടാമത് സൃഷ്ടിച്ചു. മാത്രവുമല്ല, സ്ത്രീയുടെ തല പുരുഷനാണ്, പുരുഷൻ്റെ മഹിമയാണ് സ്ത്രീ. അതുകൊണ്ട് പുരുഷൻ്റെ മഹിമ മറഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ മഹിമ തുറന്നിരിക്കണം. അത് ആരാധനയിൽ വെളിപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അവിടെ അവസാനം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13-ാമത്തെ വാക്യം, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? അല്ലേ? അപ്പോൾ അത് യോഗ്യമോ എന്ന് തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് ഒരു പ്രകൃതിദത്തമായ വിഷയമാണ്, അല്ലാതെ ഒരു സാംസ്കാരിക വിഷയമല്ല. അല്ലേ? അതിനോട് ചേർന്ന് പോകുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 10-ാമത്തെ വാക്യം, ആകയാൽ, അതായത് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായി, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ട് സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയുടെ വിഷയം പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ദൂതന്മാർ നിമിത്തം എന്താണെന്ന് ആർക്കും വലിയ വ്യക്തമില്ല, എന്നാലും അതങ്ങ് വിടാം. ആകയാൽ സ്ത്രീക്ക് തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ഒരു ലക്ഷണം വേണം. അവൾ കീഴ്പ്പെട്ടവളാണ്, അവൾ പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്നൊക്കെ തെളിയിക്കുകയും പുരുഷൻ്റെ തേജസ്സാണ് അവളെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം, അധീനതാ ലക്ഷണം എന്ന് വേണേൽ പറയാം. അതാണ് ഈ മൂടുപടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മൂടുപടം ഒരു പ്രാചീന കാലങ്ങളിൽ മാത്രം പ്രസക്തിയുള്ള ഒരു താൽക്കാലിക കൽപ്പനയാണെന്ന് പറയുന്ന പാശ്ചാത്യ ആൾക്കാരോട് എനിക്കൊരു യോജിപ്പുമില്ല. മാത്രമല്ല, നമ്മൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഇത് വളരെ പണ്ട് മുതലേ സഭകളിലെല്ലാം, എല്ലാ സഭകളിലും, കിഴക്ക് മാത്രമല്ല പടിഞ്ഞാറും ലോകത്തെവിടെയും പഴയ കാലത്ത് എല്ലാ സഭകളിലും ഇത് പാലിച്ചിരുന്നൊരു കാര്യമാണ്. അല്ലാതെ കുരിന്തിൽ മാത്രമോ ഗലാത്യരുടെ മാത്രമോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മാത്രമോ അല്ലെങ്കിൽ പഠിക്കാത്തവരുടെ ഇടയിൽ മാത്രമോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോസ്തോലിക മാതൃകയായിരുന്നു, അപ്പോസ്തോലിക ആജ്ഞയായിരുന്നു, അപ്പോസ്തോലിക ഓർഡറായിരുന്നു. പിന്നീടുള്ള നമ്മൾ പട്രിസ്റ്റിക് റിസോഴ്സസ്, അതായത് ആദ്യകാല സഭാപിതാക്കന്മാർ എന്ന് പറയും. ആദ്യകാല സഭാപിതാക്കന്മാർ 1, 2, 3, 4-ാമത്തെ സെഞ്ചുറി വരെയൊക്കെ നമുക്കെടുത്ത് വായിക്കാം. ഒരുപാട് റൈറ്റിങ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്. ടെർട്ടൂലിയൻ എന്ന് പറഞ്ഞ, നമ്മുടെ ട്രിനിറ്റി എന്ന വാക്ക് കോയിൻ ചെയ്ത ടെർട്ടൂലിയൻ എന്ന് പറഞ്ഞ ഫാദർ ഇതിനെക്കുറിച്ച്, ഈ വെയിലിങ്ങിനെ കുറിച്ച് തന്നെ ഒരു ഫുൾ ട്രീറ്റിസ് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം വളരെ വ്യക്തമാണ്, ഇതൊരു യൂണിവേഴ്സൽ പ്രാക്ടീസ് ഓഫ് ദി ഏർലി ചർച്ചാണ്. അപ്പോസ്തലന്മാരുടെ കാലത്തും അതിനുശേഷവും പ്രാചീന സഭകളിലെല്ലാം, നമ്മുടെ നാട്ടിൽ തന്നെ എന്നു മുതലേ ഈ ഒരു പ്രാക്ടീസ് ഉള്ളതാണ്. ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തെ നോക്കി അതാണ് ഏറ്റവും ഉത്തുംഗമായ ക്രിസ്ത്യാനിത്വം എന്ന് വിശ്വസിക്കുന്ന മണ്ടൻ സഭകളിലാണ് ഇതൊന്നും ഇല്ലാത്തത്. പുതിയ ന്യൂ ജനറേഷൻ സഭകളിലേ ഇതൊന്നും കാണാതുള്ളൂ. അത് അമേരിക്കയിലുള്ള കോപ്രായം കാണിച്ച് നടക്കുന്ന സ്ത്രീകളെ നോക്കി ഫോളോ ചെയ്യുന്നവർക്കുണ്ടായിട്ടുള്ളൊരു കുഴപ്പമാണ്. അത് അവർ കാണിക്കുന്നത് ദൈവവചന പ്രകാരമല്ല. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തിയോളജിക്കൽ പ്രിൻസിപ്പിളും പിന്നെ ഒരു ക്രിയേഷൻ പ്രിൻസിപ്പിളിലും ആസ്പദമാക്കിയാണ് പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് താൽക്കാലികമല്ല. ദൈവത്തിൻ്റെ ഗ്ലോറി സഭയിൽ മൂടപ്പെടരുത്, മനുഷ്യൻ്റെ ഗ്ലോറി മൂടപ്പെടണം. അതേതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണോ? അല്ല. ആദാമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, ഹവ്വ അല്ല. അതും ഒരു കൾച്ചറൽ ബേസിസിലുള്ളതല്ല. അതുകൊണ്ട് മൂടുപടം വളരെ അത്യാവശ്യമുള്ളൊരു വിഷയം തന്നെയാണ്. അത് ഒരു വിശുദ്ധയായ സഹോദരിയുടെ ലക്ഷണമാണ്. ഞാനൊരു സ്ത്രീയാണ്, എന്നെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു അധീനതയുടെ, ഐ ആം സബ്മിസീവ് ടു മൈ അതോറിറ്റീസ്. ഞാൻ പലപ്പോഴും, ഞാനൊരു സ്ത്രീയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും മൂടുപടം. കാരണം ഐ ആം സബ്മിസീവ് എന്ന് എനിക്ക്
എൻ്റെ വേഷത്തിലൂടെ എനിക്ക് അറിയിക്കുവാൻ കഴിയുന്ന ഒരു വലിയൊരു ലക്ഷണമാണ്. ഇന്നത്തെ കാലത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള സ്ത്രീകൾക്കൊന്നും ഇത് പിടിക്കത്തില്ല. എങ്കിലും ദൈവഭയമുള്ള ഏത് വിശുദ്ധമായ സ്ത്രീക്കും ഈ വേദഭാഗം ധ്യാനിച്ചാൽ അത് മനസ്സിലാകും. അവസാനം 16-ാമത്തെ വാക്യത്തിൽ പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ, അതായത് വെറും പ്രകൃതിദത്തമായ നാച്ചുറലി നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയമല്ലയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. അതായത് ഇതിന് വിപരീതമായിട്ട് ഒരൊറ്റ സഭ പോലുമില്ല, ഇത് ഞങ്ങളുടെ മര്യാദയാണിത്. അപ്പോസ്തോലിക ദൈവസഭയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാ സഹോദരിമാരും മൂടുപടം ഇട്ടിരിക്കുന്നതും പുരുഷന്മാർ മൂടുപടം ഇടാതെ ഇരിക്കുന്നതും കാണും.